ഹായ് ഹലോ ഓൾ ഇറ്റ്സ് മീ ഫിസിയോ ബ്രോ. ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ചൂട് വെക്കണോ അതോ തണുപ്പ് വെക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും പല ആൾക്കാരും. എന്താണ് ഈ ചൂട് വെക്കുമ്പോഴും തണുപ്പ് വെക്കുമ്പോഴും സംഭവിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ വിശദമായി പറയാം. അതിനു മുമ്പ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹീറ്റ് ആൻഡ് കോൾഡ്. ഈ തണുപ്പ് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം 24 മണിക്കൂർ തൊട്ട് 48 മണിക്കൂർ വരെയുള്ള സമയങ്ങളിലാണ് നമ്മൾ തണുപ്പ് വെക്കേണ്ടത്. തണുപ്പ് വെക്കുമ്പോൾ നമ്മുടെ ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുകയും അങ്ങോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്റ്റ് ആവുകയും ഒരു ഫ്രീസിങ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. ഈ തണുപ്പ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഐസ് നമ്മുടെ ഡയറക്റ്റ് സ്കിന്നിലേക്ക് വെക്കരുത്. അത് ഈ ഫ്രോസ്റ്റ് ബൈറ്റ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കവറോ അല്ലെങ്കിൽ തുണിയോ ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ മേളിൽ മാത്രം ഐസ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി ചൂടിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ സ്റ്റിഫ്നെസ് പോലുള്ള ക്രോണിക് ആയിട്ടുള്ള പെയിൻ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ചൂട് യൂസ് ചെയ്യാം. ഈ ചൂട് നമ്മുടെ രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം കൂട്ടുകയും മസിൽ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ മസിലിന്റെ ഈ ടൈറ്റ്നസ് കാര്യങ്ങളെല്ലാം ഒന്ന് റിലാക്സ്ഡ് ആക്കി തരികയും നമ്മുടെ ഹീലിംഗ് ഫാസ്റ്റ് ആക്കി തരികയും ചെയ്യും. നെക്സ്റ്റ് ടൈം നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഇഞ്ചുറി ഉണ്ടാവുന്ന ടൈമിൽ ഈ മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. സോ സൈനിങ് ഓഫ്, ഇറ്റ്സ് യുവർ ഫിസിയോ ബ്രോ.